ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ട്രേഡിംഗ് ഡേ US മാർക്കറ്റിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഡൗ ജോൺസ് 50,000 എന്നുള്ള ഒരു പോയിന്റ് കടന്നുകൊണ്ട് റെക്കോർഡ് ഹൈയിലേക്ക് പോയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നാസ്ഡാക്കിലും S&P 500ലും 2% കൂടുതലുള്ള ഒരു റാലി നടന്നിരുന്നു. US മാർക്കറ്റിനേക്കാൾ തകർപ്പൻ മുന്നേറ്റം നടന്നത് ഏഷ്യൻ മാർക്കറ്റിലാണ്. ജപ്പാനിലുണ്ടായിട്ടുള്ള സനെ തക്കൈച്ചിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു. കാരണം അവരുടെ റൂളിംഗ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 2/3 മെജോറിറ്റിയോട് കൂടിയാണ് വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ടായി. കൊറിയൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് കാണാം. അവിടെ 4% ഒരു മുന്നേറ്റം ഉണ്ടായി. മൊത്തത്തിൽ ഏഷ്യൻ മാർക്കറ്റ് ഭൂരിഭാഗം മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ക്യൂസ് അത് ഒരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫലമായിട്ട് ഓൾമോസ്റ്റ് 195 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ സെഷനുകളിലായിട്ട് FIAസിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് FIAs ഇപ്പോൾ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയതും നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉയർത്താൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചത് ഇന്ത്യ-US ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്നാൽ നിലവിൽ വന്നിട്ടുള്ള വിവരങ്ങൾ വളരെയധികം മാർക്കറ്റ് സപ്പോർട്ടീവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് എക്സ്പോർട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു മൂവ് നമ്മൾക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ, അതേപോലെ മറൈൻ മേഖലയിലുള്ള അവന്തി ഫീഡ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ, ജെംസ് ആൻഡ് ജ്വല്ലറി മേഖലയിലുള്ള സ്റ്റോക്കുകൾ, അതുപോലെ ഫാർമ, അതുപോലെ ഓട്ടോ കമ്പോണൻസ് പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ RSI 50 മുകളിൽ ഒരു ബുള്ളിഷ്നെസ് ഓൾറെഡി ഫോം ചെയ്തതായിട്ട് കാണാം. അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു ശക്തമായ ബൈങ് ഇൻട്രസ്റ്റ് നമ്മുടെ മാർക്കറ്റിലുണ്ട് എന്ന് വ്യക്തമാണ്. അതുപോലെ 50-ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള 25,800 മുകളിൽ നിന്ന് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 25,900, 26,000 ഈ ലെവല് ഇന്നത്തെ ഈ ശക്തമായ ഒരു പോസിറ്റീവ് ക്യൂസ് ഒക്കെ ഉണ്ടായിട്ടും നിഫ്റ്റിക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം നാളെ നിഫ്റ്റി വീക്കിലി എക്സ്പയറി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഹൈ വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ പല ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ടാർഗറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ബെൻസ്റ്റീന് അവർ ഇന്ത്യക്ക് 2026 അവർ നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് അവർ പ്രതീക്ഷിക്കുന്ന നിലവിലുള്ള ലെവലിൽ നിന്നും ഏകദേശം 9.5% ഒരു മുന്നേറ്റമാണ് ഈ വർഷം അവർ പ്രതീക്ഷിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാതെ തന്നെ അവർ വെച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും അവിടെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം, ഈ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. ഇതേപോലെ JM ഫൈനാൻഷ്യൽസും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും നിലവിലുള്ള മാർക്കറ്റ് ശക്തമായ മൂവ് നടത്തുകയാണെങ്കിൽ പല സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും ഹൈ വാല്യുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതയും അവർ പ്രവചിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റ് BSEയിൽ നോക്കുകയാണെങ്കിൽ 68% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 27% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. നിഫ്റ്റിയിൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ശക്തമായ ബൈങ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 2% കൂടുതൽ റാലി നടന്നത് ബ്രോഡ് മാർക്കറ്റിൽ മെയിനായിട്ട് ഈ സ്മോൾ ആൻഡ് മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിലാണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റാലി നടന്നത് PSU ബാങ്ക് സെഗ്മെൻറ്റിലാണ്. 3% ഒരു റാലി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ PSU ബാങ്ക് സ്റ്റോക്കുകളിലുള്ള ശക്തമായ റാലിക്ക് കാരണമായത് SBIയുടെ റിസൾട്ടാണ്. അപ്പോൾ ഇന്ന് SBI സ്റ്റോക്ക് 7% ഒരു വമ്പിച്ച മുന്നേറ്റമാണ് നടത്തിയത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ വളരെ കൂടുതലായിരുന്നു. കാരണം അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഏകദേശം 5% വർധനമുണ്ടായപ്പോൾ പ്രോഫിറ്റിൽ 13% വമ്പിച്ച ഒരു ജമ്പാണ് ഉണ്ടായത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ ICICI ബാങ്ക്, HDFC ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു ഔട്ട് പെർഫോമൻസ് ആണ് SBI കാണിച്ചിട്ടുള്ളത്. കൂടാതെ SBI പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ഗൈഡൻസ്, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഗൈഡൻസും അതും വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ SBIയുടെ റിസൾട്ട് കാരണമായിട്ടുണ്ട്. അത് മൊത്തത്തിൽ PSU ബാങ്ക് സ്റ്റോക്കുകളിലും പോസിറ്റീവായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിന് കാണാം. ഇതേപോലെ ഇന്ന് ശക്തമായ മൂവ് നടന്ന മറ്റൊരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സാണ്. 15% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിലുണ്ടായതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം കല്യാൺ ജ്വല്ലേഴ്സ് ഇതിനു മുമ്പ് അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. ആ ബിസിനസ് അപ്ഡേറ്റിനെ ശരിവെക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് Q3യിൽ കാണാൻ കഴിയുന്നത്.
ഇയർ ഓൺ ഇയർ സെയിൽസിൽ 42% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 103% വമ്പിച്ച വർധനവുമാണ് കല്യാൺ ജ്വല്ലേഴ്സ് രേഖപ്പെടുത്തിയത്. ക്വാർട്ടറിലും ഇതേ രീതിയിലുള്ള 30% സെയിൽസ് ഗ്രോത്തും 59% പ്രോഫിറ്റ് ഗ്രോത്തും കാണാം. അപ്പോൾ ഇത് മാർക്കറ്റ് പ്രതീക്ഷയേക്കാൾ ബെറ്റർ ദൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ആ കമ്പനിയുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി കൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റ് പ്രോസസ്സ് അതിന് ഒരു ശക്തമായ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുമായിരിക്കും ഈ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുക. പുതുതായിട്ട് പല സ്റ്റോറുകൾ ഇവർ തുറക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാകുന്ന സെയിൽസ് കൂടാതെ തന്നെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത്, അതായത് SSSG എന്ന് പറയും, ആ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 27% ഇന്ത്യയിൽ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. അതേപോലെ മിഡിൽ ഈസ്റ്റിലുള്ള സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 24% ഉയർന്നതായിട്ട് കാണാം. അതുപോലെ ഇവരുടെ ഡിജിറ്റൽ സ്റ്റോറായിട്ടുള്ള കാൻഡിയർ അത് ഇപ്പോൾ പ്രോഫിറ്റബിളിലേക്ക് വന്നതായിട്ടും അവരുടെ റിപ്പോർട്ടിൽ കാണാം. ഇപ്പോൾ ജാം ഫൈനാൻഷ്യൽസ് റിസർച്ച് ബ്രോക്കറേജ് ഒക്കെ ഇതിന് കൊടുക്കുന്ന ടാർഗറ്റ് ഇപ്പോൾ 750 എന്ന ലെവലിലാണ്. എങ്കിൽ പോലും ഇതിൻ്റെ PE മൾട്ടിപ്പിൾസ്, അതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ശക്തമായിട്ട് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെല്ലിംഗ് പ്രഷറും ഈ സ്റ്റോക്കിൽ ഉണ്ടാകാം. അതേപോലെ മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള റിസർച്ച് ബ്രോക്കറേജും വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൽ മറ്റൊരു സ്റ്റോക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ REC, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ 3% ഒരു ഫോൾ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കും അതുപോലെ PFC എന്ന് പറയുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷനും തമ്മിൽ മേർജ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ, ഒഫീഷ്യലി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ഈ കാര്യം പരാമർശിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ഈ PFCക്ക് REC സ്റ്റോക്കിൽ ഏകദേശം 52% ഒരു സ്റ്റേക്കാണുള്ളത്. അപ്പോൾ ഇത് 2019 PFC ഈ RECയിൽ ഈ 53% സ്റ്റേക്ക് പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 5-6 വർഷത്തോളം REC സെപ്പറേറ്റ് ആയിട്ടും PFC സെപ്പറേറ്റ് ആയിട്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. PFCയുടെ ഒരു സബ്സിഡിയറി പോലെയാണിരുന്നു REC വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവർ ഇടപെടുന്ന ലോണിൻ്റെ ആ ഒരു മേഖല രണ്ടുപേരും ഒരേ രീതിയിലാണ്, രണ്ടുപേരും ഒരേ സെക്ടറുകളിൽ തന്നെ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ലോൺ ലെൻഡ് ചെയ്യുന്നതായിട്ട് ഗവൺമെൻറ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് കമ്പനിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലെന്നും ഒരൊറ്റ കമ്പനിയായി മാറാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ഒരു മേർജർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഒരു മേർജിങ്ങിലൂടെ മെഗാ ലെൻഡർ എന്നുള്ള, പ്രത്യേകിച്ച് ഈ ഒരു ഇന്ത്യൻ എനർജി ട്രാൻസിഷൻ മേഖലയിലുള്ള ഏറ്റവും വലിയ ഒരു ലെൻഡറായിട്ട് മാറാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ RECയും PFCയും ഒന്നിക്കുമ്പോൾ ഏകദേശം 11 ട്രില്യൺ റുപ്പീസിൻ്റെ ഒരു ലോൺ ബുക്കായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വലിയ ഓർഡർ ബുക്ക് വരുമ്പോൾ ഇവരുടെ ആ ഒരു ബോറോയിങ് കോസ്റ്റ് വലിയ തോതിൽ കുറയും. അതുകൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇവർക്ക് ഫണ്ട് റൈസ് ചെയ്യുക കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മേർജറിലൂടെ നടക്കാൻ പോകുന്നത് REC സ്റ്റോക്ക് കൈവശമുള്ളവർ PFCയുടെ ഷെയർ ഹോൾഡറായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ REC എന്ന കമ്പനി ഇല്ലാതാവുകയും PFC എന്ന കമ്പനി മാത്രം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം REC എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നല്ല ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ മേർജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു ഡിവിഡൻഡ് ഇൻകം കുറയുമോ എന്ന ഭയമുണ്ടാകാം. അതുപോലെ RECയുടെയും PFCയുടെയും മേർജിങ് നടക്കുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടാകുന്ന എത്ര ഷെയറുകളായിരിക്കും PFC ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ന് അത് നേരിട്ടതായിട്ട് കാണുന്നത്. എന്നാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഈ സ്വാപ്പ് റേഷ്യോ, ഇപ്പോൾ UBS പോലെയുള്ള റിസർച്ച് ഫേമുകൾ അവരുടേതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതായിട്ട് കാണാം. അപ്പോൾ അതിലവർ പറയുന്നത് 9 REC ഷെയർ ഉള്ളവർക്ക് 8 PFC ഷെയർ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 100 PFC ഷെയറും 100 REC ഷെയറും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു മേർജിങ് നടക്കുമ്പോൾ 100 PFC ഷെയർ അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ RECയുടെ ഈ 100 ഷെയറുകൾ അത് 88 PFC ഷെയറുകളായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 0.88 എന്ന് പറയുന്ന ഒരു ഷെയർ ബാക്കിയുണ്ടാവും ഈ ഡിവിഷനൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അത് ആ 0.88 കണക്കായിട്ടുള്ള ഒരു പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 363 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഏതായാലും PFC RECയും തമ്മിലുള്ള ഈ ഒരു മേർജർ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സ്വാപ്പ് റേഷ്യോ ഔദ്യോഗികമായിട്ട് വരേണ്ടതുണ്ട്, അതിൻ്റെ ടൈം ലൈൻ വരേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഈ ഒരു മേർജിങ് ഓവറോൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇന്ന് ശക്തമായ മൂവ് നടന്ന മറ്റൊരു സ്റ്റോക്കാണ് IFCI എന്ന് പറയുന്ന സ്റ്റോക്ക്.
7% ഒരു മൂവ് ഇന്ന് നടന്നായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പലപ്പോഴും പല വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. നമുക്കറിയാം NSE അതിൻ്റെ IPO എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു IPO ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം നീണ്ടുപോയ ഒരു IPO ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രമാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു IPO ആണിത്. അപ്പോൾ NSEയുടെ IPO എപ്പോഴൊക്കെ വരുമെന്ന പ്രതീക്ഷ ഉണർത്തുന്നു അപ്പോഴൊക്കെ ഈ IFCI സ്റ്റോക്ക് മുന്നേറുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു കാരണം IFCIക്ക് ഈ NSEയിലുള്ള ഹോൾഡിംഗ് ആണ്. നമുക്കറിയാം NSEയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിലൊന്ന് LIC ആണ്. അതുപോലെ അവിടെ നമുക്ക് കാണാൻ കഴിയും സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവർക്ക് 4.44% സ്റ്റേക്കാണ് ഇതിലുള്ളത്. ഈ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ് IFCIക്ക് ഷെയർ ഉള്ളത്. അപ്പോൾ IFCIക്ക് ഈ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷനിൽ 52% ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ NSE IPO വരുമ്പോൾ സ്വാഭാവികമായിട്ട് IFCIയുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേക്കിൻ്റെ പിൻബലത്തിൽ വലിയൊരു റോക്കറ്റായിട്ട് ഈ IFCI മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ബുക്ക് വാല്യൂ വലിയ തോതിൽ ഉയരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് ഈ സ്റ്റോക്കിൽ പലപ്പോഴും നടക്കുന്നത്. ഇതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഓൾറെഡി IFCI കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതായത് IFCIയും അതിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള SHCIലും തമ്മിൽ മേർജ് ചെയ്തുകൊണ്ട് ഒറ്റ കമ്പനിയാക്കാനുള്ള ഉദ്ദേശവും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സന്ദർഭങ്ങളിൽ IFCIയുടെ വാല്യുവേഷൻ വിനിമയം വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു സ്പെക്കുലേഷനാണ് IFCI സ്റ്റോക്കിൽ ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഇപ്പോഴുള്ള ഇതിൻ്റെ റാലി ഒരിക്കലും അതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ല. നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ സ്റ്റോക്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. ഇപ്പോൾ നിലവിൽ 72-75 എന്നത് ആണ് ഒരു റെസിസ്റ്റൻസ് ലെവൽ. അതാണ് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഹൈ. സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 58-60 എന്നത് അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.